ലെഫ്റ്റിൻ്റെ ഒരു വ്യാജ നെറേറ്റീവാണ്. ഇതുപോലത്തെ പല പ്രചരണം ഇവിടെ നടക്കുന്നുണ്ട്. ആ പ്രചരണത്തിനൊന്നും മറുപടി പറയാനുള്ള ഞാൻ സാറേ, നെൽകർഷകർക്ക് ഞാൻ അങ്ങോട്ട് പറയുന്നത് കേൾക്കും, നിങ്ങൾ വികാരം കൊള്ളല്ല. നെൽകർഷകർ ആത്മഹത്യ ചെയ്തു കേരളത്തിൽ. എന്താ കാരണം? സെൻട്രൽ ഗവൺമെൻറ് കൊടുത്ത പണം സർക്കാർ കൊടുക്കാതെ പാടശേഖര സമിതികളുടെ സർട്ടിഫിക്കറ്റ് വെച്ച് നിങ്ങൾ ബാങ്ക് വായ്പ എടുക്കണം, സർക്കാർ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് വായ്പ എടുത്ത് ആ വായ്പ സർക്കാർ തിരിച്ചടയ്ക്കാതെ സിബിൽ മൈനസായി കേരളത്തിലെ കർഷകർക്ക് വേറെ ഒരു സ്ഥലത്തും ലോൺ കിട്ടാതായി കർഷകർ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് മറച്ചു വയ്ക്കുന്നു. ഞങ്ങൾ കൊടുക്കാത്തത് കൊണ്ടല്ല, സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കാത്തത് കൊണ്ടല്ല, കൊടുത്ത കാശ് കർഷകർ കൊടുക്കാത്തതുകൊണ്ട്. പാലക്കാട്ടും കുട്ടനാട്ടിലും കർഷകർ, ഇടതുപക്ഷം, BJP, കോൺഗ്രസ് എല്ലാവരും പറയുന്നു ഞങ്ങൾക്ക് ഡയറക്റ്റ് തന്നാൽ മതി. നിങ്ങൾ ഈ സർക്കാർ സംസ്ഥാനത്തിന് കൊടുത്തിട്ട് ഞങ്ങൾക്ക് തരണ്ട, ഞങ്ങൾക്ക് കേന്ദ്രം തരാനുള്ള പൈസ നേരിട്ട് തരണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് അത്തരം ഒരു കള്ളപ്രചരണം ഇവിടെ നടക്കില്ല. വേറെ അല്ല, ദീപക് ഇതൊക്കെ നിങ്ങൾ ചുമ്മാ കോടിയുടെ കണക്ക് ദേശാഭിമാനി വായിച്ചിട്ട് വർത്തനം പറഞ്ഞു. അല്ല അല്ല, ദേശാഭിമാനി വരുന്ന വാർത്തയ്ക്ക് മറുപടി. കേന്ദ്ര ധനകാര്യ എക്സ്പെൻഡിച്ചർ സെക്രട്ടറി നമ്മുടെ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിക്ക് ഔദ്യോഗികമായി കത്ത് കൊടുത്തിട്ടുണ്ട്. നെല്ല് സംഭരണം രാജ്യത്ത് കൂടുതലാണ്, ഇനി അധിക ബാധ്യത ഏറ്റെടുക്കാൻ പറ്റില്ല. അതായത് ആവശ്യത്തിന് നെല്ലുണ്ടാവും, നിങ്ങൾ കേരളത്തിൽ അധികം ഉത്പാദിപ്പിക്കേണ്ടതാണ്. അങ്ങനെ ഒരു നിലപാട് ഇതൊന്നും എനിക്ക് ഇപ്പോൾ നിങ്ങളൊരു ഒരു വാർത്ത എവിടെയോ കേട്ടെന്ന് വിചാരിച്ചു അപ്പം തന്നെ എന്നോട് ചോദിച്ചാൽ ഇതെന്താണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ ഇതുപോലെ പിന്നെ തൊഴിലുറപ്പ് പദ്ധതി പരിഷ്കരിക്കുമ്പോൾ നിങ്ങൾ ഇതുപോലെ പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. പിന്നീടാണ് വസ്തുത പുറത്തു വന്നപ്പോൾ തൊഴിലുറപ്പ് ജീവനക്കാർക്ക് 125 ദിവസവും കിട്ടും, അവർക്ക് ധാരാളം സൗകര്യങ്ങൾ അതിലുണ്ടാവുന്നു പിന്നീടാണ് പുറത്തു വന്നത്. അതുകൊണ്ട് ആ വർത്തനം വേണ്ട. വേറെ എന്താണ് ശബരിമല കേസിൽ അദ്ദേഹം വീണ്ടും കോടതിയിലേക്ക് പോകാൻ പോവുകയാണ്, അദ്ദേഹം വാദിക്കാൻ പോവുകയാണ്, വിജിലൻസ് ഏറ്റെടുക്കാൻ പോവുകയാണ്. എന്തിനാണ്? അതായത് ഉപരാജഗോപാൽജി ഉൾപ്പെടെയുള്ളവർക്കെതിരെയുള്ള കേസ്, ആ കേസിൽ നോൺ വേരിയബിൾ ഒഫൻസിലൊക്കെ എങ്ങനെ, അപ്പൊ അത് നിങ്ങൾ BJP അത് വാദിക്കാനുള്ള ശേഷിയൊന്നുമില്ലേ? വിജിൽ വാദിക്കണം. കുത്തിത്തിരിപ്പാടല്ലേ? ശരി, മതി എല്ലാം കൂടി ഇന്ന് പറയാനല്ല. ഞാൻ ഇന്നത്തെ അത് രാജീവ് ചന്ദ്രശേഖർ ചോദിക്കണം. ജീവനക്കാർ വരുന്നില്ലെന്നാ? DMRCയുടെ ഓഫീസ് അവിടെ പ്രവർത്തിക്കുന്നതിന് നിങ്ങൾക്ക് വല്ല നഷ്ടമുണ്ടോ? ആള് വരുന്നുള്ളതെന്ന് നോക്കാൻ നിങ്ങൾ അവിടെ ക്യാമറ വെച്ചിരിക്കണോ? അദ്ദേഹം എന്ത് ഉദ്ദേശത്തിനാണോ ഓഫീസ് തുറന്നത് അത് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ഇതിനൊക്കെ മന്ത്രിമാരൊക്കെ ഉണ്ടെന്ന് സാർ ഇവിടെ. നിങ്ങൾ എല്ലാം പാവപ്പെട്ട എന്നോട് ഒരു അധികാരമില്ലാതെ എന്നോട് ആണല്ലോ. കടകംപള്ളിയെ എന്തുകൊണ്ടാണ് ചോദ്യം ചെയ്യാത്തതെന്ന് ഞങ്ങൾ മാത്രമല്ലേ ചോദിക്കുന്നുള്ളൂ. ഇപ്പൊ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്നില്ലല്ലോ. കടകംപള്ളി ഇതിൽ നമ്പർ 1 കുറ്റവാളിയല്ലേ? അല്ല, ഇനിയില്ല. ഒരു ചോദ്യത്തിന് 1000 ചോദ്യം പറഞ്ഞു. പാർലമെന്റിൽ ഉപചോദ്യം ചോദിച്ചു. സ്വർണ്ണക്കൊള്ളയാണ് ചോദിച്ചു. നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടല്ലേ? അടൂർ പ്രകാശിനോട് ചോദിച്ചിട്ടുണ്ടാവുമല്ലോ ഇപ്പോൾ. എന്നാ പിന്നെ ഞാനിത് പറഞ്ഞിട്ട് മാസം ഒന്നായല്ലോ. ആരെങ്കിലും ചോദിച്ചു എന്നോട്? ഒരു മറുപടി പറഞ്ഞു ആരെങ്കിലും? കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു നേതാവ്? ചെന്നിത്തല പറഞ്ഞില്ല സാർ, ഇപ്പം മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾ ഈ എന്നെ മാത്രം ഘോഷിക്കുന്നത്. ഞാൻ പറയട്ടെ, ചെന്നിത്തല പറഞ്ഞു മിനിമം 50,000 കോടി രൂപയുടെ കച്ചവടം നടന്നിരിക്കും. ഉണ്ടോ? എന്തോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പറയുമ്പോൾ 50,000 കോടി രൂപയുടെ കച്ചവടമാണ് നടന്നത്. ഇത് ആന്റിക് ബിസിനസ് ആണ് നടന്നത്. ആദ്യം നമ്മളെ അറിയിച്ചത് ആരാണ്? നിങ്ങളെ അറിയിച്ചത് ചെന്നിത്തലയല്ലേ? ഇപ്പൊ ചെന്നിത്തലയോട് ചോദിക്കും എന്തായി? ആദ്യ ഹൈക്കോടതി പറഞ്ഞു. അതിനെ ഒരു കാര്യം നിങ്ങൾ അറിയണം. ആ കാര്യത്തെ എൻഡോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വ്യവസായി എന്നോട് ഇത് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ആ വ്യവസായിയെ നേരിട്ട് SITയുടെ മുമ്പിൽ എത്തിക്കുന്നു. അത് കഴിഞ്ഞ് ഇത് പോയത് നമ്പർ 10 ജനപത്തിലേക്കാണെന്ന് മനസ്സിലായപ്പോഴേ ചെന്നിത്തലയുടെ വായ മൊത്തം മൂടിക്കെട്ടി.